ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയെ അഭി കാണാൻ ചെല്ലുകയും ഇൻ്റർവ്യൂവിന് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട് 2 പാർട്ടായിട്ടാണ് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. അതിൽ ഒന്നാമത്തേതിൽ മോൾക്ക് തറവാട്ടിൽ വെച്ചുണ്ടായ പരിമിതികളെ കുറിച്ചൊക്കെ പറയണം. രണ്ടാമത്തെ പാർട്ടിൽ അത് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ ഇതൊന്നും ഞാനാണ് പറഞ്ഞതെന്ന് നീ ആരോടും പറയരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അബി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്ക് ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ആശ്വാസം അഭിയേട്ടനും അമ്മയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒരിക്കലും ചതിക്കില്ല, പക്ഷേ മറ്റുള്ളവരെ ഞാൻ വിടാനും പോകുന്നില്ല. ആ മൂർത്തി ഉൾപ്പെടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ആ സന്തോഷത്തിൽ അബി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമിക നെല്ലും പതിരും എന്ന പ്രോഗ്രാമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ അവതാരിക പറയുന്നുണ്ട്, ഏറെ പ്രതീക്ഷകളായിട്ട് മൂർത്തി ജ്വല്ലറീസിന്റെ കുടുംബത്തിലേക്ക് കയറി ചെന്ന ഒരു പെൺകുട്ടിയാണിത്. അവൾക്ക് അവിടെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ച് പറയാനാണ് അനാമിക വേണു ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആദർശും നയനും ലാപ്ടോപ്പിലിരുന്ന് കാണാണ്. അതേസമയം മൂർത്തിയും ദേവയാനിയും ബാക്കിയുള്ളവരൊക്കെ വീട്ടിലെ ടിവിയിൽ ഇരുന്ന് കാണാണ്. അപ്പോൾ ആ അവതാരിക പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം മൂർത്തി ജ്വല്ലറീസിന്റെ MD ആദർശ് അനഘ എന്ന പെൺകുട്ടിയോട് ചെയ്ത കൊടും ക്രൂരതയെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് ആ കുടുംബത്തിലെ തന്നെ മറ്റൊരു വ്യക്തിയായ അനാമിക ഞങ്ങളെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീടിന്റെ മരുമകളായത് എങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് അനാമികയോട്. ഫുള്ള് കള്ളത്തരാണ് കേട്ടോ പറയുന്നത്. ശരിക്കും എന്നെ കുടുക്കിയതാ. അനന്തപുരി തറവാട്ടിലെ അനിരുദ്ധ എന്ന വ്യക്തി കവിതകൾ എഴുതുന്ന ഒരാളാണ്. ഞാൻ കവിതകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ കവിത കണ്ട് ഇഷ്ടപ്പെട്ട് ഞാനൊരു കമന്റ് ഇട്ടതാണ് എന്റെ ജീവിതം ദുരിതത്തിലാക്കിയത്. ആ കമന്റ് കണ്ട അയാള് എന്നെ പരിചയപ്പെടുകയും എന്നെ അയാളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയായിരുന്നു. അനന്തപുരി എന്ന വലിയ തറവാട്ടിലേക്ക് വരുന്ന ഓരോ പെൺകുട്ടിക്കും വളരെ പ്രതീക്ഷകളായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാനും ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് അങ്ങോട്ട് ചെന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു ഒറ്റ മോളാണ്. അതുകൊണ്ട് ആ ഭാഗ്യം കിട്ടിയപ്പോൾ അവരൊക്കെ വളരെ സന്തോഷിച്ചു. ആ വീട്ടിലേക്ക് ഞാൻ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ശരിക്കും ആ വീട് ഒരു ജയിലാണ്. ശരിക്കും ആണുങ്ങൾക്ക് മുൻഗണനയുള്ള വീടാണത്. ആ വീട്ടിൽ ചെന്നാലേ രാജകീയ ഭരണം അവസാനിച്ചിട്ടില്ലെന്ന് തോന്നും എന്നങ്ങ് പറയുമ്പോൾ ആ അവതാരിക ചോദിക്കും, അനന്തമൂർത്തിയാണോ ആ കിരീടം വയ്ക്കാത്ത രാജാവ്? ഓ, അത് തലമൂത്ത രാജാവ്. അതിന് കീഴിലുണ്ട് കുറെ രാജാക്കന്മാർ എന്ന് പറഞ്ഞു കൊടുക്കാൻ അനാമിക. ഇപ്പോഴത്തെ യുവരാജാവാണേ ആദർശ് എന്നങ്ങ് പറയുന്നത് നമ്മുടെ മൂർത്തിക്കൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. ഒരു വലിയ സ്ഥാപനത്തിന്റെ കുടുംബത്തിനെ കുറിച്ചാണ് അനാമിക ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് അവരെ പറ്റി പറയാനൊന്നും ഒരു പേടിയുമില്ല. അവരുടെ സ്വർണ്ണമൊക്കെ പത്രമാറ്റായിരിക്കും, പക്ഷേ അവിടെ ജീവിച്ചു കഴിഞ്ഞാലേ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വരും. അപ്പോൾ അനാമികയ്ക്ക് മുൻപേ അവിടെ വന്ന മരുമക്കളൊക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും അനാമിക പറഞ്ഞു കൊടുക്കാണ്, ഓ, അവരൊക്കെ അടിമകളെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ അവതാരിക പറയുന്നുണ്ട്, ആദർശിനെ കുറിച്ച് ഞങ്ങളൊന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് വാർത്ത പുറത്തുവിട്ടത്. അത് ശരിയാണെന്ന് പലരും പറയുകയും ചെയ്തു. അതിനെപ്പറ്റി അനാമികയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും നയനയ്ക്കാകെ ടെൻഷൻ ആവാണ് കേട്ടോ. ഇപ്പോഴവിടെ ഒരു കുട്ടിയുണ്ട്, ചാന്ദിനി എന്ന അവളുടെ പേര് ചന്തുമോൾ എന്ന് വിളിക്കും. അത് ഈ ആദർശിന് കല്യാണത്തിന് മുൻപേ വേറൊരു ബന്ധത്തിലുണ്ടായതാണ് എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ നയന മുഖത്ത് കൈവച്ച് പോവാണ് കേട്ടോ. അനഘ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെയാണ് അവൻ ചതിച്ചത്, എന്നിട്ടാണ് നയന എന്ന് പറഞ്ഞ പെണ്ണിനെ കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോൾ ആ അവതാരിക ചോദിക്കും, നയന എന്ന അയാളുടെ ഭാര്യയ്ക്ക് പരാതിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടുകാരാണ് അവർ. അങ്ങനെയുള്ളവർ വലിയൊരു തറവാട്ടിലെത്തിയാൽ അവർക്ക് വലിയ പരാതിയൊന്നും കാണില്ല. അടിമത്വം നിലനിർത്തുന്ന വീടാണത്. നാവൊന്ന് പതുക്കെ പൊന്തിയാൽ തന്നെ അതിന് തടയിടാനും അവിടെ ആളുകളുണ്ട്. ഞാൻ ഒറ്റ മോളായതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ വളർന്നത്. അവിടെ ചെന്നപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു. ആദ്യം എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ എൻ്റെ അച്ഛൻ തന്നെയാ പറഞ്ഞത് മോൾ ഇങ്ങോട്ട് പോരൂ എന്ന്. അതൊന്ന് കേൾക്കാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. അതിനുശേഷം എൻ്റെ അമ്മയും അച്ഛനും വന്ന് എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ ആ അവതാരിക ചോദിക്കുന്നുണ്ട്, അനന്തപുരി തറവാട്ടിലെ ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാം, മറ്റു പെൺകുട്ടികളെ ചതിക്കാം, പക്ഷെ അവിടെ കല്യാണം കഴിഞ്ഞ് കയറി വരുന്നവർക്ക് ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലല്ലേ? അപ്പോഴേക്കും നമ്മുടെ അനാമിക കരഞ്ഞു പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം ഇല്ല. സത്യം പറയാലോ, ഏതൊരു പെൺകുട്ടിയുടെയും ഗതികേടാ അവിടെ വന്ന് കയറിയത്. വലിയൊരു വീടുണ്ട്, കോടികളുടെ സ്വത്തുണ്ട്, കാറുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വീട്ടിലുള്ള ആണുങ്ങൾക്ക് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ല. ആ ഭാഗം അവസാനിക്കാണ് കേട്ടോ. രണ്ടാമത്തെ ഭാഗം ഉടനെ വരുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അങ്ങനെ
നമ്മുടെ നയന പറയുന്നുണ്ട് ആദർശിൻ്റെ അടുത്ത്, അയ്യോ എന്തൊക്കെയാ ഈ കുട്ടി പറയുന്നത്, ഇതൊക്കെ മുത്തശ്ശൻ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ചോദിക്കുമ്പോൾ ആദർശൻ ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഇങ്ങനെയാണ് ഓരോരുത്തർ സത്യവിരുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്.